നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ ആണ് എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഈ സെക്ഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അതായത് ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ ബേസിക്കായിട്ട് എന്താണ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഏതാണ്, അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ എന്തൊക്കെയാണ്, പിന്നെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ കമ്പാരിസണും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും എന്തൊക്കെയാണ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതും എന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് മെറ്റീരിയൽസിനെ, അല്ലെങ്കിൽ അതിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം എന്നതാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തറിയണം, എന്താണ് നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ. അതായത് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബേസിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആകുമ്പോൾ നമ്മൾ ഡിപ്ലോമ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മെറ്റീരിയൽസാണ് എന്ത് പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 4 മെറ്റീരിയൽസ് കൂടി ചേർന്ന 4 മൊഡ്യൂളുകൾ, അതായത് ഓരോ മെറ്റീരിയൽസിൻ്റെയും സ്വഭാവം, ഇലക്ട്രിക്കൽ സ്വഭാവം, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അഡ്വാൻറ്റേജസ് എന്നിവയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ്, എനർജി ബാൻഡ് ഡയഗ്രാം പറയുമ്പോൾ ഏതൊക്കെയാണ് ആ മെറ്റീരിയൽസ് എന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് മെറ്റീരിയൽസിനെ മെയിനായിട്ട് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ്, സെമി കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. അതായത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ പാസ് ചെയ്യാനുള്ള കഴിവ്, കണ്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടിയ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിനെ കണ്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കുറവുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻസുലേറ്ററിൻ്റെയും അതുപോലെ തന്നെ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെയും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെയും ഇടയിൽ കണ്ടക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെമി കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഈ കണ്ടക്ടിവിറ്റി പറയുന്ന അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം, റെസിസ്റ്റിവിറ്റിയിലും നമുക്ക് എന്ത് ചെയ്യാം പറയാം. റെസിസ്റ്റിവിറ്റി പറയുമ്പോൾ എന്താണ് വരുന്നത് എന്ന് വിചാരിച്ചാൽ, കണ്ടക്റ്റൻസ് കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും കുറയും. അപ്പോൾ കണ്ടക്ടേഴ്സിന് റെസിസ്റ്റൻസ് കുറയുകയും ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റൻസ് കൂടുകയുമാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, ദ ഇലക്ട്രോൺസ് ഓൺ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ആറ്റം ഈസ് കാൾഡ് വാലൻസ് ഇലക്ട്രോൺസ്. ദീസ് ആർ 2 ബാൻഡ്സ് ഇൻ ദ മെറ്റീരിയൽ. അതായത് ഇനി നമുക്ക് എന്താണ് എനർജി ബാൻഡ് എന്ന് പറയാം. അതായത് ദ ഇലക്ട്രോൺസ് ഓൺ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം, അതായത് ഓർബിറ്റിൻ്റെ ഔട്ടർമോസ്റ്റിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽസിന് എന്തുണ്ട്, 2 ബാൻഡ്സ് ഉണ്ട്, ഒന്ന് കണ്ടക്ഷൻ ബാൻഡും അതുപോലെ വാലൻസ് ബാൻഡും. ദ ഗ്യാപ്പ് കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ഈസ് നോൺ ആസ് എനർജി ഗ്യാപ്പ് ഓർ എനർജി ബാൻഡ് ഡയഗ്രാം. ഇൻ കണ്ടക്ടേഴ്സ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓവർലാപ്പ് ഈച്ച് അതർ, ദ എനർജി ഗ്യാപ്പ് ഈസ് 0. അതായത് എന്താണ് എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് എന്നത്, അതായത് 2 ബാൻഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട് അതുപോലെ തന്നെ വാലൻസ് ബാൻഡും ഉണ്ട്. ഏതൊരു മെറ്റീരിയൽ ആയാലും അതിനൊരു കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വാലൻസ് ബാൻഡ് ഉണ്ടാവും. അപ്പോൾ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്. കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വളരെ സ്മൂത്തായിട്ട് കടത്തിവിടുന്ന മെറ്റീരിയൽസ് ആണ്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ സ്വഭാവം കണ്ടക്ഷൻ
വഴി എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ആൻഡ് ഗ്യാപ്പ് ഈസ് 1.1 ഇലക്ട്രോൺ ഡ്രോപ്പ്. ഇറ്റ് ഈസ് വെരി നാരോ ആൻഡ് ഇറ്റ്സ് ഹാഫ് കണ്ടക്ടേഴ്സ് ആൻഡ് ഹാഫ് ഇൻസുലേറ്റേഴ്സ്. അതായത് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പറയുന്നത് ഹാഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഹാഫ് ഇലക്ട്രോൺ ഇൻസുലേറ്റേഴ്സ് എന്നാണ്. അതായത് ഇത് രണ്ടും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നാണ് പറയുന്നത്. അതായത് സെമി കണ്ടക്ടറുകളിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ടേ ഉള്ളൂ. അത് വളരെ ചെറുതാണ്, നാരോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ ഹാഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഹാഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇനി ഇൻസുലേറ്ററിൻ്റെ നമ്മൾ കണ്ടക്ടേഴ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസുലേറ്ററിൻ്റെ നമ്മൾ ഓൾറെഡി നോൺ ആണ്. എന്താണ്? ഇൻ ദിസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡ് ഈസ് 5 ഇലക്ട്രോൺ വോൾട്ട്. അതായത് 1.1നെ അപേക്ഷിച്ച് 5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള എന്താണ് ഒരു ഗ്യാപ്പാണ്, ഹൈ ആയിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻസുലേറ്ററുകളിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഹൈ ആണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. 5 ഇലക്ട്രോൺ വോൾട്ട് വരെ ഉണ്ടാവാം എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ തിയറി പറയുന്നത് എന്തിനെ, എനർജി ബാൻഡ് ഡയഗ്രത്തിനെ. ഇനി ആ എനർജി ബാൻഡ് ഡയഗ്രത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഫിഗറിൽ എങ്ങനെയാണ് അതിനെ കാണിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മൾ ഒന്നാമത്തെ ഫിഗർ, അതായത് കണ്ടക്ടറിൻ്റെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ്. അതായത് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്രയും പോർഷനെ നമ്മൾ എന്താ പറയുന്നത് വാലൻസ് ബാൻഡാണ്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഈ പോർഷൻ മൊത്തം എന്താണ് കണ്ടക്ഷൻ ബാൻഡാണ്. അതുപോലെ തന്നെ ഈ പോർഷൻ മൊത്തം എന്താണ് ബാലൻസ് ബാൻഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എന്താണ് ഈ പോർഷൻ നമുക്ക് എന്ത് കാണാം ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത് കാണാം അല്ലേ. ഈ പോർഷൻ എന്താണ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും കൂടി എന്താണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തത് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സാണ്. നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ വാലൻസ് ബാൻഡ് ഇവിടെയാണ് കിടക്കുന്നത്. ബാൻഡ് എനർജിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ വൈ ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടക്ടർ ബാൻഡിൻ്റെയും ഒരു സ്മാൾ എനർജി ഗ്യാപ്പ്, അതായത് 1.1 ഇലക്ട്രോൺ വോൾട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൽ എനർജി ഗ്യാപ്പായിട്ട് കാണിക്കുന്നത്. ഇനി ഇൻസുലേറ്റർ ആണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയാണ്, അതുപോലെ തന്നെ വാലൻസ് ബാൻഡ് ഇവിടെയാണ്. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺ വോൾട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതാണ് ഇപ്പോൾ എന്ത് ബേസിക് ഒരു മെറ്റീരിയൽസിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കമ്പാരിസൺ ആണ്. അതായത് ഈ 3 മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്. റെസിസ്റ്റിവിറ്റി ഉണ്ട്, കണ്ടക്ടിവിറ്റി ഉണ്ട്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്, എക്സാമ്പിൾ ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്താണ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്ററിൽ വളരെ ഹൈ ആണ്. സെമി കണ്ടക്ടറിൽ മോഡറേറ്റ്ലി ആയിരിക്കും, അതായത് മീഡിയം ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് അല്ലേ. അതായത് കണ്ടക്ടറിൻ്റെ ഇൻസുലേറ്ററിൻ്റെ ഇടയിലും റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. റെസിസ്റ്റിവിറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് കണ്ടക്ടേഴ്സിൽ ഹൈ ആയിരിക്കും, ഇൻസുലേറ്റേഴ്സിൽ ലോ ആയിരിക്കും, പിന്നെ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ വരച്ച ഗ്യാപ്പ് കണ്ടക്ടേഴ്സിൽ ഓവർലാപ്പ് ആയിട്ട് കിടക്കുകയായിരിക്കും, സ്മോൾ ആയിരിക്കും. ഏതിൽ ഇൻസുലേറ്ററിൽ സ്മോൾ ആയിരിക്കും, ഇൻസുലേറ്ററിൽ ലാർജ് ആയിരിക്കും, സെമി കണ്ടക്ടേഴ്സിൽ സ്മോൾ ആയിരിക്കും.
അല്ലേ? എക്സാമ്പിൾ, കണ്ടക്ടറിന് എക്സാമ്പിൾ എന്താണ്? സിൽവർ, കോപ്പർ, അലൂമിനിയം, അങ്ങനെ ഗോൾഡ്, അങ്ങനെ പല സാധനങ്ങളും എന്താണ്? എക്സാമ്പിൾസാണ്. റബ്ബർ, PVC എന്നൊക്കെ പറയുന്നതാണ് എന്തിന്? ഇൻസുലേറ്ററിന് എന്തുള്ളത്? എക്സാമ്പിളായിട്ടുള്ളത്. 4ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ജർമേനിയം, സിലിക്കൺ ഒക്കെയാണ് എന്ത്? സെമി കണ്ടക്ടറിന് എന്തായിട്ടുള്ളത്? എക്സാമ്പിളായിട്ടുള്ളത്. ഇനി കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡുമാണ്. അതായത് കണ്ടക്ടറിൽ കണ്ടക്ഷൻ ബാൻഡ് ഫുള്ളായിരിക്കും, വാലൻസ് ബാൻഡ് എം ടി ആയിരിക്കും. ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കും, വാലൻസ് ബാൻഡ് ഫുള്ളായിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിൽ ആൾമോസ്റ്റ് എം ടി ആണ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഫുള്ളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾമോസ്റ്റ് എം ടി അതായത് ഇൻസുലേറ്ററിൻ്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്? സെമി കണ്ടക്ടറുകൾ. അതായത് പ്യുവർ ഫോമിൽ സെമി കണ്ടക്ടറുകൾ എന്തായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്? ഇൻസുലേറ്റർ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഇൻസുലേറ്റിങ്ങിൻ്റെ പ്രോപ്പർട്ടീൻ്റെ തൊട്ടടുത്ത് വരുന്നത്. അതായത് ആൾമോസ്റ്റ് എം ടി ആയിരിക്കും കണ്ടക്ഷൻ ബാൻഡ്, വാലൻസ് ബാൻഡ് ആൾമോസ്റ്റ് ഫുള്ളും ആവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ. ഇനി അത് അടുത്തത് എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസാണ്. The materials which allows the flow of electrons through them is called conducting materials. The electrical properties are conductivity, resistivity, temperature, coefficient of resistance. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് എന്ത്? ബേസിക് ആയിട്ടുള്ള എന്ത് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. The property of a material to passes electricity is called conductivity. In conducting material, conductivity is very high. അതായത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഇലക്ട്രോൺസിനെ അതിനുള്ളിലൂടെ കടത്തിവിടാനുള്ള പ്രോപ്പർട്ടീസിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൽ എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഓഫ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് മെറ്റീരിയൽസ് ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് വെരി ലോ ഇൻ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ്. അതായത് ഒപ്പോസിംഗ് ഫോഴ്സ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽസിൻ്റെ കഴിവിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നു. ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. The relation between temperature and electrical conductor is called temperature coefficient. In all conductors there are positive temperature coefficient of resistance. Then when the temperature increases, resistance of conductor also increases. Okay, എന്താണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്? അതായത് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും കണ്ടക്ടറിൻ്റെ ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാനുള്ള കഴിവിനെ കൂടി തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും കൂടും, അതായത് ഒപ്പോസിങ് പവർ കൂടും. അതുപോലെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ ഒപ്പോസിങ് പവർ കുറയുന്ന സാധനമുണ്ട്. സെമി കണ്ടക്ടേഴ്സൊക്കെ അതിൽ വരുന്ന നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം നമ്മൾ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് കൂടും? റെസിസ്റ്റൻസും അതിനനുസരിച്ച് കൂടും എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ മാക്സിമം വോൾട്ടേജ് പാസിംഗ് ത്രൂ ദ മെറ്റീരിയൽ വിത്തൗട്ട് ബ്രേക്കിംഗ് ഈസ് കാൾഡ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്
ബ്രേക്ക് ആവാതെ അതിലൂടെ മാക്സിമം കടന്നു പോകാവുന്ന കറണ്ടിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാക്സിമം വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന്. അതായത് കഴിവ്, ബ്രേക്ക് ഡൗൺ ആവാതെ മാക്സിമം വോൾട്ടേജ് കടന്നു പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇത്രയാണ് എന്ത് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒന്നാണ് എന്ത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഡെൻസിറ്റിയാണ്. എമൗണ്ട് ഓഫ് മാസ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് മാസ് വോളിയം ഈസ് കാൾഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസിൽ എല്ലാം എന്തായിരിക്കും, ഡെൻസിറ്റി കൂടിയ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്സ്, എമൗണ്ട് ഓഫ് ഫോഴ്സ് സബ്സ്റ്റൈൻഡ് ബൈ മെറ്റീരിയൽ പെർ യൂണിറ്റ് ഓഫ് ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ വരുന്ന ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ന് പറയുന്നത്, സ്ട്രെസ്സ് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് പെർ ഡൺ മെറ്റീരിയൽ വിത്തൗട്ട് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സ്ട്രെങ്ത്. അതായത് സ്ട്രെസ്സ് എന്ന് പറയുന്നത് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒറിജിനൽ ലെങ്ത്തിന് ഉണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിന് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ സ്ട്രെയിനും എന്ത് ചെയ്യും, കൂടും. അതുപോലെ തന്നെ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് ആണ് പിന്നെ ഒരു പ്രോപ്പർട്ടി ഉള്ളത്, ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു സസ്റ്റെയിൻ എക്സ്റ്റേണൽ ഫോഴ്സ്. പുറത്തുനിന്നുള്ളൊരു ഫോഴ്സിനെ എന്ത് ചെയ്യാണ്, തടുക്കാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി വിത്ഡ്രോൺ ഇൻ ടു വയേഴ്സ് ആൻഡ് ബോൺ വിത്തൗട്ട് ഫ്രാക്ചർ. അതായത് ചെറിയ വയറുകളോ ഫ്രാക്ചറുകളൊന്നും ഇല്ലാതെ ചെറിയ വയറുകളോ പീസുകളോ ഒക്കെ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹാർഡ്നെസ്, ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ മെറ്റീരിയൽ പെനട്രേറ്റ് ഇൻ ഇറ്റ് ബൈ അതർ മെറ്റീരിയൽ. അതായത് വേറൊരു മെറ്റീരിയലുമായിട്ടുള്ള അതിൻ്റെ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ടഫ്നെസ്, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ദേ ഓഫർ റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ് ഓഫ് അതർ മെറ്റീരിയൽസ്, അല്ലേ എന്നാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പാക്റ്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ത് ചെയ്യാണ്, തടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്, മെക്കാനിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ക്ലാസിഫിക്കേഷനാണ്. അതായത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽസും അതുപോലെ ഹൈ റെസിസ്റ്റിവിറ്റി മെറ്റീരിയൽസ് എന്നും പറഞ്ഞിട്ട് കണ്ടക്ടേഴ്സിനെ തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.